മറയൂർ മധുരം ബ്രാൻഡ് ശർക്കരയുമായി അഞ്ചുനാട്ടിലെ ഗോത്ര സമൂഹം. പാരമ്പര്യത്തിന്റെ വിശ്വാസ്യതയും അനുഭവ പരിചയത്തിന്റെ പരിശുദ്ധിയും കൈമുതലാക്കിയിട്ടുള്ള ഗോത്ര സമൂഹം ആദ്യമായിട്ടാണ് മറയൂർ ശർക്കര നേരിട്ട് ഉൽപ്പാദിപ്പിച്ച മറയൂർ ശർക്കര എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്നത്. ശർക്കര ഉൽപാദനത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന ഉൽപാദന പ്ലാന്റിന്റെയും മറയൂർ മധുരം എന്ന ബ്രാൻഡിന്റെയും ഉദ്ഘാടനം നടന്നു. കേരളത്തിലെ റീറ്റെയിൽ മാർക്കറ്റിനെയാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രമുഖ റീറ്റെയിൽ ശൃംഖലകളുമായി ചർച്ചകൾ നടന്നുവരികയാണ്. പരമ്പരാഗതമായി ശർക്കര നിർമ്മാണത്തിന്റെ വിവിധ തലങ്ങളിൽ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിലെ പട്ടികവർഗ വിഭാഗത്തിന്റെ നേതൃത്വത്തിലും ഉടമസ്ഥതയിലുമാണ് മറയൂർ മധുരം ശർക്കര വിപണിയിലെത്തിക്കുന്നത്. കേരളത്തിലെ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ പരമ്പരാഗത തൊഴിലുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി രൂപവൽക്കരിച്ച പരമ്പരാഗത തൊഴിൽ ശാക്തീകരണ പദ്ധതിയായ സഹ്യകിരണിന്റെ നേതൃത്വത്തിലാണ് മറയൂർ ശർക്കര വിപണിയിൽ എത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ SCA-CSS എന്ന ഫണ്ടാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. പട്ടികവർഗ വികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ 20 ലക്ഷം രൂപയും പ്രവർത്തന മൂലധനമായി 3 ലക്ഷം രൂപയുമാണ് പദ്ധതിയിലൂടെ നൽകുന്നത്. കേരള സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് പദ്ധതി തയ്യാറാക്കിയതും നിർവഹണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതും. ഇതനുസരിച്ച് മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിൽ കരിമ്പ് കൃഷി ഉൾപ്പെടെ ശർക്കര നിർമ്മാണത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുന്നത് 150 പട്ടികവർഗ വിഭാഗങ്ങളെ സംഘടിപ്പിച്ച മറയൂർ കാന്തല്ലൂർ ട്രൈബൽ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി രൂപീകരിച്ചു. 25ഓളം പേർ പ്രത്യക്ഷത്തിലും 300 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുവാൻ ഈ സംരംഭത്തിന് കഴിയും. ഗുണനിലവാരത്തിലുള്ള ശർക്കര വിപണിയിൽ എത്തിക്കുവാനും കൃഷി ചെയ്യുവാനും കരിമ്പിന് ന്യായമായ വില ഉറപ്പുവരുത്തുവാനും പുതിയ സംരംഭത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതിദിനം 1000 കിലോ ശർക്കര വരെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. ഓണം വിപണിയെ ലക്ഷ്യമാക്കിയുള്ള ഉൽപാദന പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മഹനീയ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ദേവികുളം MLA അഡ്വക്കേറ്റ് രാജ അവർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവർ, കൂടാതെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, കുടിനിവാസികൾ, നമുക്കറിയാം ഇന്നിവിടെ ഈ നടക്കുന്ന ചടങ്ങ് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇതിൻ്റെ റിപ്പോർട്ട്, അതായത് ഈ പദ്ധതിയെ പറ്റി വിശദമായ റിപ്പോർട്ട് നമ്മുടെ അനിൽ സാർ അതിനുശേഷം അവതരിപ്പിക്കും എന്നുള്ളതിനാൽ ഞാൻ അതിൻ്റെ പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അത് വിശദമായിട്ട് അനിൽ സാർ അവതരിപ്പിക്കും. ഈ ഒരു മഹനീയമായ സംരംഭത്തിന് എനിക്ക് തോന്നുന്നു 30ഓളം പേർക്ക്
പ്രത്യക്ഷമായിട്ട് തൊഴിൽ നൽകുന്നു. അതോടൊപ്പം 300ഓളം പേർക്ക് പരോക്ഷമായിട്ട് തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും. ഇത് മുന്നോട്ട് കുതിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവികുളം MLA ശ്രീ അഡ്വക്കേറ്റ് രാജ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കേളു സാറാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് മന്ത്രിയായതിനു ശേഷം നമ്മുടെ ജില്ലയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് നമുക്കിവിടെ മുമ്പിൽ തന്നെ അദ്ദേഹം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് വളരെ വിനയത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ PG അനിൽ സർ, അതുപോലെ തന്നെ മുഖ്യാതിഥികളായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ബിനോയ് J കാറ്റാടിയിൽ, ഡയറക്ടർ CMD തിരുവനന്തപുരം, നമ്മുടെ പ്രൊജക്ട് ഓഫീസർ ശ്രീ അനിൽ സർ, അതുപോലെ തന്നെ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ശ്രീ ഡോക്ടർ ബിനോയ് J കാറ്റാടിയിൽ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ള ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിഷ ദിലീപ് അവരെ ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PT തങ്കച്ചൻ അവർ ഈ ചടങ്ങിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ദീപ അരുൺ ജ്യോതി അവരെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ C രാജേന്ദ്രൻ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മീന അവരെ ഈ ചടങ്ങിലേക്ക് സന്നിഹിതയായിട്ടില്ല. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി കാർത്തിയാനി അവരെ ഈ ചടങ്ങിലേക്ക് വളരെ സന്തോഷത്തോടെ സ്നേഹം ചെയ്യുന്നു. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജു P അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി K രാമലക്ഷ്മി അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോമൻ അവർ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. DDPC ഇടുക്കി മെമ്പർ ശ്രീ ഷിജി മോൻ അദ്ദേഹത്തെ മറയൂർ സ്റ്റാഫ് തരത്തിലുള്ള ഈ നിവാസികൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കേരള മാநில വകുപ്പ് മന്ത്രി മര്യാദക്കുரிய
பஞ்சாயத்தினுடைய தலைவி ஸ்ரீமதி ஜிஷா திலீப் அவர்கள், காதலூர் கிராம பஞ்சாயத்தினுடைய தலைவர் ஸ்ரீ டி தங்கச்சன் அவர்கள், மறையூர் கிராம பஞ்சாயத்தினுடைய தலைவி ஸ்ரீமதி தீபா அருண்சோதி அவர்கள், இடுக்கி மாவட்ட பஞ்சாயத்தினுடைய உறுப்பினர் ஸ்ரீ ராஜேந்திரன் அவர்கள், കാതലൂർ ഗ്രാമപഞ്ചായത്തിനുடைய ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി കാർത്തിയാര്യ അവരും, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ബിജു അവർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുകളാണ് ശ്രീ കെ രാമലക്ഷ്മി. മേടയിൽ അമർന്നിരിക്കக்கூடிய മറയൂർ ഗ്രാമപഞ്ചായത്തിനുடைய ഉപതലവർ ശ്രീ ജോമോൻ അവരും, அந்த நிகழ்ச்சியில் பங்கெடுக்கக்கூடிய இந்த கம்பெனியினுடைய தலைவர், செயலாளர், டிடிஓ, ட்ரைபல் ஆஃபீஸர், ஐடிடி ஆஃபீஸர், அரசியல் கட்சியினுடைய தலைவர்கள், நகரவை பெரியவர்களே, தாய்மார்களே, வாலிப நண்பர்களே, இந்த தினத்தை பொறுத்தவரை மிகவும் மகிழ்ச்சி தரக்கூடிய ஒரு தருணத்தில் நாம் அனைவரும் இங்கே அமர்ந்திருக்கின்றோம். சிஎம்டியும் അതുപോല ട്രൈബൽ വകുപ്പും சேர்ந்து கொண்டு நடத்தக்கூடிய இந்த நிகழ்ச்சி கடந்த ஒரு வருடங்களுக்கு முன்பாக இப்பகுதியில் உள்ள பழங்குடிய சமுதாயத்தினரை பாதுகாப்பதற்கு வேண்டி அவர்களுடைய பாரம்பரியமான விவசாயத்தை பாதுகாக்க வேண்டும், அவர் உற்பத்தி செய்யக்கூடிய பொருள்களை எல்லாம் வாங்கிக் கொண்டு அவர்களுக்கு லாபம் உண்டாக்கக்கூடிய வகையில் ஒரு திட்டம் நடைமுறைப்படுத்த வேண்டும் என்று சொல்லி தீர்மானிக்கப்பட்டு அதற்கான துவக்கம் கடந்த வருடம் ஆரம்பித்தோம். ஒரு வருடம் நிறைவு பெறுவதற்கு முன்பு இன்றைக்கு இந்த கம்பெனியினுடைய துவக்கம் இங்கே நடத்துவதற்கு நம்மளால் முடிந்திருக்கிறது. சிஎம்டியை பொறுத்தவரை மின்சார நடக்கும் ஆளுகள் இங்கே இருக்கிறாங்க. இப்பகுதியை சிறப்பாக தேர்வு செய்து கொண்டு விவசாயிகளை பாதுகாக்க வேண்டும். இன்னைக்கு பாரம்பரிய தொழில் இல்லாமல் போய்விடக்கூடாது என்பதற்காக அவர்கள் கொண்டு வந்த சில திட்டங்கள் நம்ம பக்கத்தில் இருக்கக்கூடிய பட்டவட பஞ்சாயத்தில் ஹரிதரேஷ்மி அப்படிங்கிற பேரில் மற்றொரு திட்டம் ஆரம்பித்தாங்க. 2 வருடம் முடித்து 3வது வருடம் அதை தொடங்காத பொழுது அங்கே இருக்கக்கூடிய ஆளுகள் எல்லாம் நீங்கள் மீண்டும் எங்களுக்கு இந்த திட்டத்தை நடத்தி கொடுக்க வேண்டும் என்று சொல்லி குடியில் இருக்கிறவங்களெல்லாம் கேட்கக்கூடிய ஒரு சூழ்நிலை உருவானது. அப்போ இப்பகுதியில் இருக்கக்கூடிய ഏറ്റവും പിന്നോക്കം നിൽക്കக்கூடிய ആളുകളുടെ வருமானத்தில் வாழ்வில் ஒரு மாற்றம் உண்டாக்குவதற்கான முயற்சிகள் எல்லாம் எடுக்கப்படுகிறது. அப்படி ஏற்றெடுக்கின்ற பொழுது அதனுடைய குணம் கிடைக்கிறதும் இங்கே இருக்கக்கூடிய பழங்குடியின சமுதாயத்தை சேர்ந்தவர்களுக்கு எந்த நோக்கத்திற்காக இப்படி ஒரு திட்டம் ஆரம்பிக்கப்பட்டதோ அந்த திட்டம் சரிவர முறையில் நாம் செயல்படுத்தணும் என்று சொன்னால் அதனுடைய குணங்கள் எல்லாருக்கும் கிடைக்கும் என்பதில் எந்த விதமான சந்தேகமும் கிடையாது. மிக சிறப்பான முறையில் இதற்கான தயாரிப்புகள் எல்லாம் இன்றைக்கு நடத்தப்பட்டு இருக்கிறது.
அதனுடைய துவக்கம் நடத்துவதற்கு கேரள மாநிலத்தினுடைய SC/ST மந்திரியே நேரடியாக வந்து அவர் இடுக்கி மாவட்டத்திற்கு இன்னைக்கு தான் வராங்க, மந்திரியானதற்கு பிறகு. அப்படி வருகின்ற பொழுது நமது காந்தலூர் பஞ்சாயத்து இல்லை மறையூர் பஞ்சாயத்து பகுதிகளில் நடைபெறக்கூடிய இந்த ஒரு நிகழ்ச்சிக்கு வருகை தந்தது மிகவும் பெருமையான விஷயம். இனியும் நம் பகுதியில் இருக்கக்கூடிய மிகவும் பிற்படுத்தப்பட்டவர்கள் ஒரு வாழ்வில் முன்னாடி கொண்டு வருவதற்கு அரசாங்கத்தை பொறுத்தவரை நிறைய காரியங்கள் வந்து செய்து கொடுத்து கொண்டிருக்கிறோம். அதனுடைய ஒரு பாகமாக இன்னைக்கு தற்போது எங்கே நடத்துவதற்கு தீர்மானித்த இந்த நிகழ்ச்சி இன்னும் பல ஆளுகளுடைய வாழ்வில் மிகப்பெரிய அளவிலான முன்னேற்றம் உண்டாக்குவதற்கு எல்லா வகையிலும் உதவட்டும் என்று மட்டும் வாழ்த்திக் கொண்டு நான் என்னுடைய உரையை நிறைவு செய்கிறேன். നന്ദി, வாழ்த்துക്കൾ. ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന MLA അഡ്വക്കേറ്റ് D. രാജ, നമ്മുടെ പ്രിയപ്പെട്ട പട്ടികവർഗ പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട കേളുകേട്ടൻ, നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മറയൂരിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2022-23 സാമ്പത്തിക വർഷം SC/TSS എന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി രൂപീകരിച്ചത്. കേരളത്തിലെ വിവിധ ജില്ലകളിലെ പട്ടികവർഗ മേഖലയിൽ പരമ്പരാഗതമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ പലതും അന്യം നിന്നു പോവുകയും അവ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത ഉയർന്നു വരികയും ചെയ്തതിൻ്റെ ഒരവസരത്തിലാണ് പരമ്പരാഗത തൊഴിൽ ശക്തീകരണ പദ്ധതി എന്നൊരു പദ്ധതിക്ക് രൂപം നൽകിയത്. ആ പദ്ധതിക്ക് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് സഖ്യകിരൺ എന്നാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ പ്രധാനപ്പെട്ട 6 മേഖലകളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മറയൂർ ശർക്കരയുടെ നിർമ്മാണമാണ്. അതുപോലെ രണ്ടാമത് മുളയും ചുവരും ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, പായകളുടെയും പരമ്പരകളുടെയും കാർപ്പറ്റുകളുടെയും നിർമ്മാണം, വനങ്ങളിൽ നിന്നുള്ള തേൻ ശേഖരണം, ഔഷധ ചെടികളുടെയും മറ്റ് മരവിഭവങ്ങളുടെയും ശേഖരണം തുടങ്ങി വിവിധ ജില്ലകളിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരമ്പരാഗതമായി ഏർപ്പെട്ടിരിക്കുന്ന മേഖലകൾ ശക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്തത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്തത് ഓരോ മേഖലയിലും പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളെ തന്നെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ പുതിയ കാലത്തെ ചില സങ്കേതങ്ങൾ കൂടി അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവർ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ വില അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് നമ്മൾ കേരളത്തിലെമ്പാടും ചെയ്തത്. വിവിധ മേഖലകളിൽ ആവശ്യമായ പരിശീലനങ്ങൾ നൽകി ഇതുപോലെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി നിരന്തരം ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനോടനുബന്ധിച്ച് ഒരു മൈക്രോ പ്ലാൻ തന്നെ ഡെവലപ്പ് ചെയ്യുകയും ആ മൈക്രോ പ്ലാൻ ബഹുമാനപ്പെട്ട പട്ടികവർഗ വികസന വകുപ്പിന് സമർപ്പിച്ച് വകുപ്പിന്റെ അംഗീകാരത്തോടുകൂടിയാണ് ഓരോ മേഖലയിലെയും പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിന്റെ ഭാഗമായി തന്നെ കേരളത്തിൽ 3ഓളം ശില്പശാലകൾ ഗുണഭോക്താക്കളായ ആളുകളെയും അവരെ സഹായിക്കാൻ കഴിയുന്ന മറ്റ് ആളുകളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ശില്പശാലകൾ 3 തരത്തിലുള്ള ഉപദേശക ശില്പശാലകൾ കേരളത്തിലെമ്പാടും സംഘടിപ്പിച്ചു. ഇടുക്കിയിലും ഇതിന്റെ ഭാഗമായി ഒരു നല്ല ശില്പശാല നടത്തുകയും ഈ ദിണ്ടക്കുമ്പ് കോളേജിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അതിലൂടെ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുകയും എല്ലാം ചെയ്തു. ഇവിടെ ദിണ്ടക്കുമ്പിൽ തന്നെ നിരവധി തവണ ഞങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ 150 കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 150 ശർക്കര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന 150 ട്രൈബൽ ഫാമിലിയെ സംഘടിപ്പിക്കുകയും അവരെ ഈ സഹകരണ പദ്ധതിയുടെ ഭാഗമാക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി 150 ആളുകളെ അതിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മറയൂർ കാന്തല്ലൂർ ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്നൊരു കമ്പനി തന്നെ 2013 കമ്പനീസ് ആക്ട് പ്രകാരം തന്നെ രൂപീകരിക്കുകയും ആ കമ്പനിയുടെ നിയന്ത്രണം പൂർണ്ണമായും ഈ ദണ്ഡകമ്പിലുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള 6 പേരും പൂർണ്ണമായും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ്. ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള 150 പേരും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ്.
വകുപ്പ് ഈ പട്ടികവർഗ വികസന വകുപ്പ് കേരളത്തിലെ പട്ടികവർഗ വികസന മേഖലയിൽ ആളുകളുടെ വികസനം എന്നത് അവരുടെ സ്വയം പര്യാപ്തതയിലാണ് എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിലുള്ള ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തത്. ആ പ്ലാൻ ചെയ്ത സാഹചര്യത്തിൽ ഇത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ഞാൻ പ്രതിനിധീകരിക്കുന്ന കേരള സർക്കാരിന്റെ തന്നെ സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിനെയാണ്. ഞങ്ങളുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് രാജ, ഇവിടെ സ്വാഗതം പറഞ്ഞ പട്ടികവർഗ വികസന ഓഫീസർ ശ്രീ മനോജ്, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ പി ജി അനിൽ, അസോസിയേറ്റ് പ്രൊഫസർ CMD, മുഖ്യ അതിഥികളായിട്ട് ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ ഡോക്ടർ വിനോയ് ജെ കാറ്റാടിയൻ, ഡയറക്ടർ CMD ശ്രീ അനിൽകുമാർ ജി, പ്രൊജക്ട് ഓഫീസർ, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിഷ ദിലീപ്, കാന്തളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT തങ്കച്ചൻ, മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ, ഇടുക്കി ദേവികുളം ഡിവിഷൻ മെമ്പർ ശ്രീ രാജേന്ദ്രൻ, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മീന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി കാത്യാനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാന്തളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ശ്രീ ബിജു, മെമ്പർ കാന്തളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി രാജലക്ഷ്മി, ശ്രീ ഷിജിമോൻ വി മെമ്പർ DTPC ഇടുക്കി, ശ്രീമതി ജോളി PM ട്രൈബൽ അസിസ്റ്റന്റ് ഓഫീസർ മറയൂർ, ശ്രീ ആനന്ദൻ P ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാന്യതയെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പദ്ധതിയുടെ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. കാര്യങ്ങൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഒരുപാട് തവണ ഇടുക്കിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ കാന്തളൂർ പഞ്ചായത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാവരും കാണാൻ വേണ്ടി സാധിച്ചതിൽ.
ഈ പദ്ധതി എന്തിനാണ് നടത്തുന്നത് സംബന്ധിച്ച് നല്ല ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്. നമ്മൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാലാകാലങ്ങളായി പല പദ്ധതികളും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് മുന്നേറ്റങ്ങളും നമ്മുടെ വിഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജനവിഭാഗത്തിന്റെ പുരോഗതി കൈവന്നോ എന്ന് ചോദിച്ചാൽ കൈവന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ കുട്ടികളെല്ലാം നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി സാധിക്കണം. എല്ലാവരും കുട്ടികളെ സ്കൂളിലേക്ക് വിടണം. ഇന്നലെ കഴിഞ്ഞ ദിവസം 28-ാം തീയതി നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളിയുടെ 161ാമത് ഓർമ്മ പുതുക്കിയ ദിവസമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ആൾക്കാരുടെ പുരോഗതി എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് വളരെ നേരത്തെ തന്നെ നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികളെ എല്ലാവരെയും നിർബന്ധമായിട്ട് സ്കൂളിലേക്ക് വിട്ടേ മതിയാവും. ഇന്ന് രാവിലെ ഇടുക്കി കലക്ട്രേറ്റിൽ വെച്ചിട്ട് നമ്മുടെ വിഭാഗത്തിന്റെയും പദ്ധതികൾ അവലോകനം ചെയ്യുകയായിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് എന്തെല്ലാം പദ്ധതികളാണ് നടപ്പാക്കുന്നത്, ആ പദ്ധതിയൊക്കെ നമ്മുടെ കൈകളിൽ എത്തുന്നുണ്ടോ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ മറയൂരേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പല പദ്ധതികളും നടപ്പാക്കുന്നുണ്ട്. ഇപ്പൊ വിദ്യാവാഹിനി പദ്ധതി നമ്മൾ നടപ്പാക്കുന്നു, പ്രഭാത ഭക്ഷണ പരിപാടി നമ്മൾ നടപ്പാക്കുന്നു, കുട്ടികൾക്ക് യൂണിഫോം ഫ്രീ കൊടുക്കുന്നു, ലംസം ഗ്രാൻഡ് സ്റ്റൈപ്പൻഡും കൊടുക്കുന്നു, ഉച്ചക്കഞ്ഞി കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്താലും നമ്മുടെ കുട്ടികൾ എല്ലാവരും സ്കൂളിൽ എത്തുന്നുണ്ടോ? ഇപ്പോഴും പല കുട്ടികളും സ്കൂളിലേക്ക് എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ ആ ഒരു കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാനും നമ്മുടെ ജീവനക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഏകദേശം 55ഓളം ഉദ്യോഗാർത്ഥികളെയാണ് ഇന്ത്യക്ക് പുറത്തോട്ട് അയച്ചത്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന 55-ലധികം ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് അയച്ചു. ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപയാണ് നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. അത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അവരെ അയക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗത്തിലെ ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപ കൊടുത്തിട്ട് അത് അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ജർമ്മനിയിലും പല രാജ്യങ്ങളിലേക്ക് നമ്മൾ വിടുകയാണ്. എന്തിനാണ് വിടുന്നത്? അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ചേർന്ന് പഠിക്കാനും അവിടെ പഠിച്ച് നല്ല ജോലി ലഭിക്കാനും, അങ്ങനെ ജോലി ലഭിക്കുമ്പോൾ നല്ല ഒരു വരുമാനം നമുക്ക് ഉണ്ടാവാനും, ആ നല്ല വരുമാനത്തിൽ കൂടി നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹ പദ്ധതി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കുന്നുണ്ട്.
അതിനൊക്കെ ആരെങ്കിലും അപേക്ഷിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അതൊക്കെ അപേക്ഷിച്ച് ആ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിയെടുക്കണം. വീട്ടിൽ ആരെങ്കിലും ഭർത്താവ് മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ടു പോയി ജീവിക്കാൻ മാർഗമില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. പ്രമോട്ടർമാർ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? അപ്പൊ പ്രമോട്ടർമാർ ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ വീടുകളിലും ഇവരുടെ കാതുകളിലും ഈ കാര്യങ്ങളൊക്കെ എത്തിക്കണം. വീട് മെയിൻ്റനൻസിന്റെ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നോക്കണം. പിന്നെ വ്യക്തിഗത, അങ്ങനെയാണ്, വ്യക്തിഗത സംരംഭങ്ങൾ പലതുണ്ട് ഡിപ്പാർട്ട്മെന്റ് വഴി നടപ്പാക്കുന്നു. അത് ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ ഒട്ടനവധി പദ്ധതി നമ്മുടെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രദ്ധ പതിയണം. ഈ കാര്യങ്ങൾ പ്രമോട്ടർമാർ കേൾക്കണം. ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി എന്നതിൽ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രമോട്ടർമാർ ഫീൽഡിൽ പോകണം. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഓഫീസിൽ പോകേണ്ട കാര്യം. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമാണ് ഓഫീസിൽ പോകേണ്ട കാര്യം. അല്ലാതെ വരുന്ന 4 ദിവസം എവിടെ ഇരിക്കണം നമ്മുടെ ആൾക്കാർ, പ്രമോട്ടർമാർ? നമ്മുടെ സങ്കേതങ്ങളിൽ, നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ പോകണം. സ്കൂളിലൊക്കെ പോയിട്ട് നമ്മളെ കുട്ടികൾ അവിടെ എത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. വീടുകളിൽ പോയിട്ട് സുഖമില്ലാതെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ തിരക്കണം. ഇപ്പോൾ പ്രമോട്ടർമാർ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരെ സേവിക്കാനായിട്ട്, അവർ കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മൾ നിയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അവർ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, വേറൊരു സ്വഭാവമുണ്ട്. എന്നറിയോ? ഈ പ്രമോട്ടർമാർ വന്നിട്ട് എപ്പോഴും കാര്യം അന്വേഷിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ദേഷ്യം പിടിക്കും. അല്ലെ? അങ്ങനെയൊരു അറിയുണ്ട്. അല്ലെ? അങ്ങനെ ഒരു സ്വഭാവമുണ്ട് നമ്മുടെ ആൾക്കാർക്ക്. ഇനി ഈ പ്രമോട്ടർ വന്ന് പറഞ്ഞിട്ട് വേണം എൻ്റെ മോളെ സ്കൂളിൽ വിടാൻ. അല്ലേ? അങ്ങനെ ഒരു തോന്നലുണ്ട്. വീട് വൃത്തികേടായി കിടക്കുമ്പോൾ അവിടെ വന്നിട്ട് വീട് വൃത്തികേടായി കിടക്കുന്നുണ്ട്, ഇങ്ങനെയായി ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അതിനും ദേഷ്യം പിടിക്കും. എന്താ? ഇത്ര ദിവസം പ്രമോട്ടർ പറഞ്ഞിട്ടാണ് എൻ്റെ വീട് വൃത്തിയാക്കിയത്. അവർ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടും ആ ഒരു കാര്യത്തിന് അവരെ നിയോഗിച്ചത് കൊണ്ടുമാണ് അവർ നമ്മുടെ വീടുകളിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ ഓരോ വീട്ടുകാരും പ്രമോട്ടറും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം, അല്ലേ, നല്ലൊരു സൗഹൃദം നമുക്ക് സൂക്ഷിച്ചു പോകാൻ വേണ്ടി സാധിക്കണം. ഇങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ മറയൂർ മധുരം ഇപ്പം ഞാൻ നേരിട്ട് വന്ന് കണ്ടു. വലിയ പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, നമ്മളൊക്കെ പണ്ട് കാലത്ത് ഈ ശർക്കരയാണ് നമ്മൾ കഴിച്ചുകൊടുക്കുന്നത്. മായമില്ലാത്ത സാധനമാണ്, ആരോഗ്യത്തിന് നല്ല സാധനമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ കുറച്ച് ഓർഡറുകൾ കിട്ടി. ഇതൊക്കെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഏത് ഉൽപ്പന്നമായാലും നമ്മൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യണം. ഇത് വിറ്റഴിക്കപ്പെടണ്ടേ? ഇപ്പൊ അതിൻ്റെ ഇത് നമ്മൾ ബ്രോഷർ നമ്മളിപ്പോൾ ഇവിടെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. കുറേയൊക്കെ പരസ്യപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റ് നേടിയെടുക്കാനൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് സാധിക്കേണ്ട കാര്യം കൂടി ഞാൻ ഈ അവസാനമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ പറയുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കമ്പനിക്കും കമ്പനി ചെയർമാനും ഇതിൻ്റെ സംഘാടകർക്കും കഴിയട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇവിടെ സീഡിറ്റാണ് ഇതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. കേരളത്തിൽ പല ജില്ലകളിലും നമ്മുടെ പട്ടികവർഗക്കാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഏജൻസി എന്ന നിലയ്ക്ക്
അവരതിൻ്റെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ഇവിടെ നിർവഹിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ അവസരത്തിൽ സിഡിനെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്പനിക്കും ഈ സംഘാടകർക്കും സാധിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ എല്ലാ അമ്മമാരും കൂടെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ മക്കളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ പ്രൊമോട്ടർമാരോടും നമ്മുടെ TOമാരോടും പഞ്ചായത്തുകാരോടും ഒക്കെ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ഇതിനോടൊപ്പം നമ്മൾ ഇവിടെ തേനൊക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കും. ഈ മലപ്രദേശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത്തരം പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളും വേറെ ഒരു പദ്ധതി നിലത്തിന് മുമ്പിൽപ്പെടുത്തി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഏറ്റവും സ്നേഹപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ബാബു മാരിമുത്തു, ആനന്ദൻ, വട്ടവടയിൽ നിന്ന് വന്ന ഒരു മുഖം. അടുത്തതായി മുഖ്യ അതിഥിയായി നമ്മളോട് സംസാരിക്കുന്നത് ITDP പ്രോജക്ട് ഓഫീസർ ശ്രീ അനിൽകുമാർ അവരാണ്. വാർത്തയുണ്ട്. മറയൂർ LP സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനായിട്ട് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി ഏറ്റുവാങ്ങുകയാണ്. ഹലോ അതൊക്കെ